എന്തായാലും ഒത്തിരി സന്തോഷത്തോടെയാണ് 2025 നമ്മുടെ തകതിമിക്കായിട്ട് ഞങ്ങളിവിടെ നിങ്ങളോടൊപ്പം ഒത്തുകൂടിയിരിക്കുന്നത്. 2025 ആദ്യമായിട്ട് ഇങ്ങനെ നമ്മൾ തുടങ്ങുമ്പോഴത്തേക്കും എന്താ പറയുന്നത്, നമുക്ക് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു നമ്മുടെ മുതിർന്നവർക്ക് ഫസ്റ്റ് ജനറേഷന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെയും വേറെ കലാപരിപാടികൾ നമ്മുടെ ഗമാൻ്റെ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെയും പുറത്താണ് നമ്മൾ ഇത് ചെയ്തത്. സോ അത് വീണ്ടും തുടരണം. കഴിഞ്ഞ വർഷം നിങ്ങൾ തന്ന ഊർജവും നിങ്ങളുടെ പിന്തുണയും പരിപാടി അവതരിപ്പിച്ചവരുടെ സ്നേഹവും സന്തോഷവും അതിന് പങ്കെടുക്കാനുള്ള മനസ്സും കണ്ടപ്പോൾ നമുക്കത് കണ്ടിന്യൂ ചെയ്യാം, എല്ലാ വർഷവും നമുക്കുണ്ടാവും എന്നുള്ള ചിന്തയിലേക്ക് ഉണ്ടാകണം എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വന്നു. നമ്മൾ കേരളീയരാണ്, നാട്ടിൽ നിന്ന് വന്നവരാണ് കൂടുതലും ഇവിടെ ഇരിക്കുന്നവർ. നമ്മുടെ ഒറിജിൻ നമ്മൾ യാത്ര ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മൾ കുറെ കാര്യങ്ങൾ നമ്മുടെ കൂടെ കൊണ്ടുവരും. അത് ഇവിടെയുള്ളവർ യാത്ര ചെയ്താലും അങ്ങനെ തന്നെയാണ്. നമ്മൾ കൊണ്ടുപോരുന്നത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവരും. നമ്മുടെ കൾച്ചർ കൊണ്ടുവരും, സംസ്കാരം കൊണ്ടുവരും, നമ്മുടെ ഭാഷ കൊണ്ടുവരും, അതോടൊപ്പം നമ്മുടെ ഭക്ഷണം കൊണ്ടുവരും, എല്ലാം തന്നെ നമ്മുടെ ഡ്രസ്സ് കൊണ്ടുവരും, എല്ലാം നമ്മുടെ കൂടെ ഇങ്ങനെ പോരും. നമ്മൾ എവിടെയെല്ലാം ട്രാവൽ ചെയ്യുന്നതോ അതെല്ലാം നമ്മളെ ഫോളോ ചെയ്ത് നമ്മൾ ആ ഫോളോ ചെയ്യുന്നതിന്റെ ഒരു പാർട്ടായിട്ടാണ് നമ്മൾ ഇവിടെ ഒരു ഗമൈൻഡി ആയിട്ട് വളർന്നിരിക്കുന്നത്. ആ ഗമൈൻഡയിൽപ്പെട്ട മുതിർന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. 10, 60, 70 വർഷം, 65 വർഷത്തോളം ഇവിടെ ഈ മണ്ണിൽ ജീവിച്ചിരിക്കുന്നവരുണ്ട്. എന്നെ പോലെ ഇവിടെ വന്നു കയറിയവരുണ്ട്. അതിന് പുറകെയായിട്ട് കുഞ്ഞുങ്ങളെ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഞങ്ങൾ ഇവിടെ വളർത്തി വലുതാക്കുന്നു. നിങ്ങളൊക്കെ വളരെ സക്സസ്ഫുൾ ആയിട്ട് അത് നടത്തി കഴിഞ്ഞു. ഞങ്ങൾ അതിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു, അതിന്റെ ചലഞ്ചുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്കും നമ്മൾ പകർന്നു വന്ന ഈ കൾച്ചർ നമുക്ക് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഞങ്ങളുടെ മുമ്പിലേക്ക് എപ്പോഴും വരുന്നുണ്ട്. നിങ്ങൾ കുറച്ചെങ്കിലും ഫേസ് ചെയ്ത് ഞങ്ങളിപ്പോൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാം ഒന്നും നമുക്ക് മാറ്റിക്കൊടുക്കാൻ സാധിക്കുകയില്ല. എങ്കിൽ തന്നെയും ഞാൻ പറഞ്ഞു വന്ന പോലെ കേരളത്തിൽ നിന്ന് നമ്മൾ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമ്മുടെ കൂടെ പോകുന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പകർന്നു കൊടുക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നു. ഒന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല. ഡ്രസ്സ്, ഭക്ഷണം, സംഗതി, നമ്മുടെ സ്വഭാവം, നമ്മുടെ രീതികള്, നമ്മുടെ കൾച്ചറ്, നമ്മുടെ ഡാൻസ്, നമ്മുടെ പാട്ട്, കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു. അത് ഈ ഒരു പരിപാടി നമ്മുടെ തകതിമി എന്ന് പറയുന്നത് ആ പകർന്നു കൊടുക്കുന്നതിനും വേണ്ടി ഒരു പാർട്ടാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മുടെ കൊച്ചുങ്ങൾ ഇവിടെ നിന്ന് ഇത്രയും നേരം പാടിയത്. അവര് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെട്ടെന്ന് ഒരു ദിവസമല്ല, അത് കുറെ ആഴ്ചകളായിട്ട് അവര് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നമ്മുടെ പള്ളിയിൽ അവരൊരുമിച്ച് കൂടി തകതിമി എന്ന് പറയുന്ന സംഗതി അവരുടെ മനസ്സിലായിരിക്കുന്നു. ഇപ്പൊ എന്റെ ഏറ്റവും ചെറുത് ചോദിക്കുന്നത് തകതിമിക്ക് പോവാണ്, തകതിമിയുടെ മീറ്റിംഗ് ആണോ, ഞാൻ കോളിലിരിക്കും ചോദിക്കുന്നത് തകതിമിയുടെ മീറ്റിംഗ് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. പക്ഷെ ഇതിലൂടെ അവരിലേക്ക് നമ്മൾ പകർന്നു കൊടുക്കുന്ന ചില ചെറിയ കാര്യങ്ങളുണ്ട്. വലിയ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ കാര്യങ്ങൾ. അവരൊരുമിച്ച് കൂടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നു. നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന, പണ്ടുണ്ടായിരുന്ന, ഇപ്പൊ ഉണ്ടോ എന്നുള്ള ചോദ്യം, നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നമ്മൾ ആഗ്രഹിച്ച കുറെ കലാരൂപങ്ങള് നമ്മൾ അവതരിപ്പിക്കപ്പെടുന്നു, അത് കാണുന്നു, അതിലേക്ക് അവർ കടന്നു വരാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിക്കുന്നു. അതേപോലെ ഇങ്ങനെ ഒരു പരിപാടിക്ക് വരുമ്പോൾ നമ്മുടെ കോസ്റ്റ്യൂം ഇടണമെന്നൊരു ആഗ്രഹം പറയുന്നു. സോ ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യുന്നതിന്റെ ഭാഗമാണ്. ഞാൻ കൂടുതൽ ധരിപ്പിക്കുന്നില്ല. നമുക്ക് ഒരുപാട് പരിപാടികളുണ്ട്, 10-20ഓളം നല്ല പരിപാടികൾ ഇവിടെയുണ്ട്. സൂപ്പർ പരിപാടി. എന്റെ പ്രസംഗം കേൾക്കാനല്ല, എന്നിരുന്നാൽ തന്നെയും എന്തായാലും നമ്മുടെ ഈ ഒരു പരിപാടിനെ പറ്റി എന്താ പറയുന്നത്, എന്തെങ്കിലുമൊക്കെ പറയണമെന്ന് എനിക്ക് തോന്നി. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പറയാനായിട്ടാണ്. പിന്നെ ചർച്ചിൽ എന്താണ് ഇതിനൊരു പ്രസക്തി എന്നുള്ളത് ചിലരെങ്കിലും ചോദിക്കും. ചർച്ച് എന്ന് പറയുന്നത് നമ്മുടെ സൊസൈറ്റിയിൽ നമ്മളെ കൂട്ടിച്ചേർക്കാനായിട്ട്, നമ്മളോടൊപ്പം ചേർന്ന് നിർത്താനായിട്ടുള്ളതാണ് നമ്മുടെ സഭ എന്ന് പറയുന്നത്. സോ തീർച്ചയായിട്ടും ആ ഒരു രീതിയിൽ ചിന്തിക്കുമ്പോഴത്തേക്കും ഈ ഒരു കലാപരിപാടിക്കും ഇങ്ങനെ ഒരു കൂട്ടായ്മയ്ക്കും വളരെ തികഞ്ഞ പ്രസക്തിയാണുള്ളത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നുണ്ട്, തീർച്ചയായിട്ടും 4 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിലും പർപ്പസ്ഫുള്ളി ഇതിന്റെ ഇടയ്ക്ക് 2 ബ്രേക്കുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്, 1/2 മണിക്കൂർ വീതം. സോ അതെന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യലൈസിങ്ങിനാണ്. ഇവിടെ വരുന്നവർ കുറെ നാൾ കൂടിയെങ്കിലും നിങ്ങൾ പരസ്പരം കാണുന്നവരുണ്ട്. നിങ്ങൾക്കൊന്ന് വർത്താനം പറയാനും, നിങ്ങൾക്കൊന്ന് ചിരിക്കാനും, പരിപാടികൾ ആസ്വദിക്കാനും. സോ നമ്മൾ വരുന്നവരെല്ലാം ഒന്ന് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു പരിശ്രമം കൂടി നമ്മുടെ സഭയുടെ ഭാഗത്തുനിന്ന്. അവിടെയാണ് നമ്മുടെ ചർച്ചയുടെ പ്രസക്തി. സോ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ കാര്യത്തിലേക്ക് കടക്കുകയാണ്. ഫോർമലായിട്ട് സ്വാഗതം പറയുക എന്നുള്ളതാണ് എന്നിൽ നിശ്ചിതമായിരിക്കുന്ന കർത്തവ്യം. ഞാൻ എന്താ പറയുന്നത്, കൂടുതലൊന്നും എന്താ പറയുക
നമ്മുടെ കുടുംബത്തിലെ കാർന്നവർ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഗിനേഷ് അച്ഛനാണ്. നമ്മുടെ ഈ പരിപാടികൾക്കും താങ്ങും തുണയായിട്ട് ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഇവിടെ നേരത്തെ വന്നു, അല്ലെങ്കിൽ നമ്മോടൊപ്പം നമ്മുടെ ഗമായിനെ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കാര്യം നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ, നിങ്ങൾ മുതിർന്നവർക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു കാര്യമാണ്, അച്ഛൻ ജർമ്മനിയിലേക്ക് വന്നിട്ട് ജർമ്മനിയിൽ പാദസ്പർശം നടത്തിയിട്ട് 25 വർഷം തികയുന്ന മാസമാണ് നവംബർ 2025. 25 വർഷം തികയുന്നു. അച്ഛൻ ഒഫീഷ്യലായിട്ട് ഡ്യൂട്ടി തുടങ്ങിയ ഡിസംബറിൽ, അതും 25 വർഷം തികയാണ്. ആഘോഷങ്ങൾക്കൊന്നും അച്ഛന് താല്പര്യമില്ല, നമ്മൾ ജൂബിലി ആഘോഷിച്ചു, ഇനിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞങ്ങള് എന്താ പറയുന്നത്, ഇല്ല. അപ്പോ 25 വർഷം നമ്മോടൊപ്പം ഇവിടെ ഉണ്ടായിരുന്നു. ഈ ഗമായിന്റെ വളർച്ചയിലും അതിന്റെ പുരോഗതിയിലും എല്ലാം നിങ്ങളോടൊപ്പം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. മെജോറിറ്റി സമയത്തും അതിനു മുമ്പുണ്ടായിരുന്നവരുണ്ടായിരുന്നു. തീർച്ചയായിട്ടും നമ്മോടൊപ്പം കടന്നു വന്ന് നമ്മളോടൊപ്പം ചേർന്ന് ചേട്ടനായിട്ട്, സഹോദരനായിട്ട്, അല്ലെങ്കിൽ ഒരു അപ്പന്റെ സ്ഥാനത്ത് നിന്ന് നമ്മോടൊപ്പം നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഇഗ്നേഷ്യസ് അച്ഛന് എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. I also welcome Mr. Mue. He's already present here. Most of them very well known. He is responsible for all the international Gemeinde here from Cologne Archdiocese. So he always here in Farfest or whatever the special occasion when we invite, he wholeheartedly accept our invitation. He also here. So hearty welcome Hemue to our Takadini 2025. പിന്നെ ഉള്ളത് നമ്മുടെ സിസ്റ്റേഴ്സ് ആണ്. പ്രത്യേകം പറയണ്ട, നമ്മുടെ ഗമായിന്റെ നടക്കുന്ന ഒരു പരിപാടിയിൽ അവരുടെ കയ്യൊപ്പില്ലാത്ത ഒരു പരിപാടിയില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ മുമ്പിലിരിക്കുന്ന സാധനങ്ങളെല്ലാം അവരുടെയാണ്. പിന്നെ കുർബാനയ്ക്കാണേലും വളരെ നേരത്തെ വന്ന് നമ്മോടൊപ്പം ചേർന്ന് നമ്മളോടൊപ്പം നിന്ന് പ്രവർത്തിക്കുന്ന നമ്മുടെ മുൾഹൈമിലെ FCC സിസ്റ്റേഴ്സ്, സോളിങ്ങലിലെ MSMI സിസ്റ്റേഴ്സ്, അവരിവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ചെയ്യും. കയ്യടിക്ക് ബലം കുറവാണ് കേട്ടോ. നിങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് കയറുന്ന പോലെയാണ്. ഓക്കെ, അടുത്തതായിട്ട് നമ്മുടെ മുതിർന്ന തലമുറയില് കുറച്ചു പേര് അച്ഛൻ പറഞ്ഞു, നമ്മൾ ഇത് തുടങ്ങാനുള്ള കാരണം തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിപാടികൾ ചെയ്യണമെന്നുള്ള ആലോചനയിലാണ്. സോ ഈ പരിപാടികൾ ഈ ഗമായിന്റെ 60 വർഷത്തെ ചരിത്രത്തില് കടന്നു വന്നപ്പോഴത്തേക്കും പ്രവർത്തിച്ചിരിക്കുന്ന അതിൽ ചെറുതായിട്ടല്ല, വലുതായിട്ടല്ല, ഫുൾ ടൈം അല്ല, വലിപ്പ ചെറുപ്പമില്ലാതെ നിങ്ങൾ കൂടെ നിന്നുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗമായിന്റെ ഉണ്ടായത്. അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒരു ഗമായിന്റയിലേക്ക് പ്രവർത്തിക്കാനായിട്ട് ഒരു അവസരം തന്നത് നിങ്ങൾ കാരണമാണ്. ഈ ഗമായിന്റെ നിലനിന്നത് അല്ലെങ്കിൽ വളർന്നു വന്നത് നിങ്ങളുടെ സപ്പോർട്ടിലാണ്. സോ ഇതിലേക്ക് കടന്നു വന്ന സന്തോഷത്തോടെ ഒരുപാട് പേര്, എനിക്കറിയാം, നമുക്ക് എന്താ പറയുന്നത്, കലയോടൊക്കെ താല്പര്യമുള്ള ഒത്തിരി പേര് നമ്മുടെ ഈ കൊളോൺ അല്ലെ NRVയിലുണ്ട്. പലരും വന്നിട്ടില്ല, പക്ഷേ സന്തോഷത്തോടെ ഇതിന്റെ അകത്തേക്ക് കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷത്തോടെ സ്നേഹത്തോടെ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. അടുത്തതായി നിങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങളുടെ എന്താ പറയുന്നത് ക്ഷണം സ്വീകരിച്ച്, നമ്മുടെ ഗമായിന്റെ ക്ഷണം സ്വീകരിച്ച് പ്രോഗ്രാം കാണാനായിട്ട് വന്നിരിക്കുന്നത് നിങ്ങളെ നിരാശപ്പെടുത്തൂല. ഇവിടെ അത്യാവശ്യം നല്ല പ്രോഗ്രാമുകളുണ്ട്. ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ തന്നെ കണ്ടിട്ട് അവസാനം അഭിപ്രായം പറഞ്ഞിട്ടേ പോകാവുള്ളൂ. ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കും, കൂട്ടുകാർക്കും, കൊച്ചു കുഞ്ഞുങ്ങൾക്കും എല്ലാവർക്കും ഞാൻ സ്വാഗതം ആശംസിച്ചുകൊള്ളുന്നു. പിന്നെ ഈ പരിപാടികൾ അവതരിപ്പിക്കാൻ പോകുന്ന നമ്മുടെ ചെറുതല്ല ഇവിടെ 3 മിനിറ്റ് പ്രോഗ്രാം ആണെങ്കിൽ പോലും കുറച്ച് നാളത്തെ എഫർട്ട് കൊണ്ടാണ് നമ്മൾ എന്താ പറയുന്നത് ഈ സ്റ്റേജിലേക്ക് പ്രോഗ്രാം അവതരിപ്പിക്കാനുള്ള രീതിയിലേക്ക് അവരെത്തുന്നത്. അതിന് അവരെടുക്കുന്ന ആ എഫർട്ടിന് നമ്മളെല്ലാവരും എന്താ പറയുന്നത് അക്സെപ്റ്റ് ചെയ്യേണ്ടതാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു മൊത്തം ആർട്ടിസ്റ്റ് 100ഓളം പേരുണ്ട്. 102ഓളം പേര് നമ്മുടെ പല പരിപാടികളായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. 102ഓളം പേര് അവരുടെ എടുത്തിരിക്കുന്ന എഫർട്ട്, അവരോട് കൂടെ വന്നിരിക്കുന്നവര്, ഭർത്താക്കന്മാര്, അമ്മമാര്, അപ്പന്മാര്, എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങളിവിടെ എന്താ പറയുന്നത് വളരെ പുറത്ത് തണുപ്പാണ്, അകത്തും തണുപ്പായിട്ടിരുന്ന് കഴിഞ്ഞാൽ പെർഫോമൻസ് അത്ര ശരിയാവൂല കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം പ്രോഗ്രാമിനിടയ്ക്ക് നല്ല ഉഷാറായിട്ട് കയ്യടി കൊടുക്കുക എന്നുള്ളതാണ്. സോ കയ്യടിയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരിക്കലും കുറവ് കാണിക്കരുത്. നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ പെർഫോമൻസിനെയൊക്കെ
നല്ലതായിട്ട് മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യടി വളരെ അത്യാവശ്യമാണ്. സോ എല്ലാവരെയും ഒത്തിരി സന്തോഷത്തോടെ നമ്മുടെ ഈ ഒരു വൈകുന്നേരം സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.